ഗായത്രിക്ക് പിന്നെ മുഖമുയർത്തി അവനെ നോക്കാൻ ആകെ ലജ്ജ തോന്നി. അയ്യേ, സാർ ഇങ്ങനെയൊക്കെ. അവൻ ഐസ്ക്രീം തൻ്റെ കയ്യിൽ പിടിച്ച് വായിൽ വാങ്ങിയത് ആലോചിക്കുന്നതിനനുസരിച്ച് അവളുടെ മുഖം ചുവന്നു ചുവന്നു വന്നു. സൂര്യൻ തിരിഞ്ഞു നോക്കുമ്പോൾ മുഖം കുനിച്ചിരിക്കുന്ന ഗായത്രിയെ കണ്ടു. അവൻ അടുത്തേക്ക് വന്നതും അവൾ മുഖമുയർത്തി. ചുവന്ന തക്കാളി പോലെ കവിളുകൾ. എന്താണിങ്ങനെ രക്തം മുഖത്തേക്ക് ഇരച്ചു കയറുന്നത്? അവൻ ഒട്ടൊരു കൗതുകത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് വിരിയുന്നത് അവൻ കാണുന്നത്. അതിൻ്റെ ഒരു ആശ്ചര്യവും അവൻ്റെ മുഖത്ത് ഉണ്ട്. അവൻ്റെ നോട്ടം കണ്ട് അവൾ വീണ്ടും മുഖം താഴ്ത്താൻ തുടങ്ങി. എന്നെ നോക്കുമ്പം താൻ ഇങ്ങനെ മുഖം താഴ്ത്താൻ നിൽക്കേണ്ട, അവൻ കപട ഗൗരവത്തോടെ അവളോട് പറഞ്ഞു. അതിനവൾ തലയാട്ടി. അവൾ കഴിച്ചു കഴിഞ്ഞതും അവനെ നോക്കി. സർ, ഞാൻ കഴിച്ചു കഴിഞ്ഞു, അവൾ സൂര്യനോട് പറഞ്ഞു. തൻ്റെ ഈ ഫോൺ എൻ്റെ കയ്യിലിരിക്കട്ടെ. ജയശങ്കറിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ എനിക്കിത് ആവശ്യമുണ്ട്, അവൾ തലയാട്ടി. നിനക്ക് യൂസ് ചെയ്യാൻ ഞാൻ വേറൊരു ഫോൺ തരാം. എൻ്റെ ഒരു കസിൻ ഇപ്പോൾ വരും, അവൻ കൊണ്ടുവരും പുതിയ ഫോൺ. അയ്യോ സർ, എനിക്ക് പുതിയ ഫോണൊന്നും വേണ്ടിയിരുന്നില്ല. തനിക്ക് വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് വിളിക്കണമല്ലോ. അവൻ്റെ പറച്ചിലിൽ വീണ്ടും അവൾക്ക് നാണം വന്നു. ഷോ, സർ ഇത്ര ഓപ്പണായി സംസാരിക്കുമെന്ന് അറിയില്ലായിരുന്നു. നൈറ്റ് ഞാൻ വിളിക്കാം കേട്ടോ. സൂര്യന് ഫോൺ വന്നതും അവൻ എഴുന്നേറ്റ് പ്രൈവറ്റ് ഡൈനിങ് ഏരിയയുടെ ഡോർ തുറന്നു. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. കണ്ടാൽ സൂര്യൻ്റെ ബ്രദർ ആണെന്നേ തോന്നൂ. ശരീരത്തിന് ഇണങ്ങുന്ന ബ്രാൻഡഡ് നേവി ബ്ലൂ ഫുൾ സ്ലീവ് ഷർട്ടും കൈമുട്ട് വരെ ഭംഗിയായി മടക്കി വെച്ചിട്ടുണ്ട്. അതിനൊപ്പം ധരിച്ച ഡാർക്ക് ബ്ലൂ സ്ലിം ഫിറ്റ് ജീൻസ് അവൻ്റെ ഉയരവും ശരീരഘടനയും എടുത്തു കാണിച്ചു. അവനൊരു നേർത്ത ചിരിയോടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഗായത്രി, ഇതാണ് എൻ്റെ കസിൻ റോബിൻ, മൈ ബെസ്റ്റ് ഫ്രണ്ട് ടു. അവൾ തലയാട്ടി അവനൊരു പുഞ്ചിരി സമ്മാനിച്ചു. ഹലോ, അവൻ അവളെ നോക്കി വിഷ് ചെയ്തു. ഹലോ സർ, അവളും തിരിച്ചു വിഷ് ചെയ്തു. റോബിൻ സൂര്യനെ നോക്കി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കവർ സൂര്യൻ്റെ കയ്യിലേക്ക് കൊടുത്തു. റോബിൻ സൂര്യൻ്റെ മുഖത്ത് നോക്കി സൂപ്പർ എന്ന് കണ്ണുകൾ കൊണ്ട് അവളെ കാണിച്ചു പറഞ്ഞു. സൂര്യൻ്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. സൂര്യൻ കവർ തുറന്ന് അതിനുള്ളിൽ നിന്ന് മൈജി മൊബൈൽസിൽ നിന്ന് വാങ്ങിയ ഏറ്റവും പുതിയ മോഡൽ പ്രീമിയം സ്മാർട്ട് ഫോൺ പുറത്തെടുത്തു. അവനത് ഗായത്രിക്ക് നേരെ നീട്ടി. ഇത് തനിക്കുള്ളതാണ് സർ, എനിക്കിത്ര വിലയുള്ളതൊന്നും വേണ്ട. എൻ്റെ പഴയ ഫോൺ പിന്നെ തിരിച്ചു തന്നാൽ മതി. നോ ഗായത്രി, താൻ ഇനി അത് യൂസ് ചെയ്യേണ്ട. ഇത് എൻ്റെ ഒരു ഗിഫ്റ്റാണ് തനിക്ക്. ഇത് സമ്മാനമാണ് ഗായത്രി, തിരിച്ചു തരേണ്ട ഒന്നല്ല. അവൾ വിഷമത്തോടെ അവനെ നോക്കി. സൂര്യൻ പുഞ്ചിരിയോടെ അവളുടെ കൈപ്പത്തി നിവർത്തി ഫോൺ അവളുടെ കയ്യിലേക്ക് വച്ചു കൊടുത്തു. സർ, എനിക്കിതുപോലത്തെ ലേറ്റസ്റ്റ് മോഡൽസ് ഒന്നും ഉപയോഗിക്കാൻ അറിയില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, റോബിൻ അവളോട് പറഞ്ഞു. സൂര്യൻ്റെ മുഖത്തേക്ക് അവളൊന്ന് നോക്കി. അവൻ ഓക്കെയാണ് എന്നതുപോലെ കണ്ണു ചിമ്മി. കൊച്ചേ, അവൻ്റെ മുഖത്ത് നോക്കി നിൽക്കാതെ, തനിക്ക് പഴയ ഫോണിൽ ആവശ്യമുള്ളതൊക്കെ എന്തൊക്കെയാണെന്ന് പറയൂ. ഞാൻ അതൊക്കെ ഈ പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരാം. തൻ്റെ സ്റ്റഡീസിന് ആവശ്യമായ ആപ്സും
മറ്റു കാര്യങ്ങളുമൊക്കെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തു തരാം. റോബിൻ്റെ അകൽച്ചയില്ലാതെയുള്ള പെരുമാറ്റം അവൾക്ക് ആശ്വാസമായി. സർ, അവൾ പതുക്കെ റോബിനെ വിളിച്ചു. എൻ്റെ കൊച്ചെ, ഞാൻ തന്നെ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടോ? സർ എന്നൊക്കെ വിളിക്കാനായിട്ട്? അതൊക്കെ ദേ ഇവനെ വിളിച്ചാൽ മതി. എന്നെ താൻ തനിക്ക് ഇഷ്ടമുള്ളത് വിളിച്ചു. അവൻ അങ്ങനെ പറഞ്ഞത് കേട്ട് ഗായത്രി വീണ്ടും സൂര്യനെ നോക്കി. ഞാൻ എന്താ വിളിക്കുക? അവൾക്ക് ആശങ്കയായി. താൻ എന്തെങ്കിലും വിളിക്കു കൊച്ചേ. റോബിച്ചേട്ടാ എന്ന് വിളിക്കട്ടെ? അവൾ പരുങ്ങലോടെ ചോദിച്ചു. ആ, അത് കൊള്ളാം, അങ്ങനെ വിളിച്ചു, റോബിൻ പുഞ്ചിരിയോടെ പറഞ്ഞു. റോബിൻ തന്നെ അവൾക്ക് ആവശ്യമുള്ള കോണ്ടാക്ട് നമ്പറുകളും ആപ്സും ഫോട്ടോസും ക്ലാസ് നോട്ട്സും അവൾക്ക് ആവശ്യമെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെയും പുതിയ ഫോണിലേക്ക് ആക്കി കൊടുത്തു. ഗായത്രിക്ക് റോബിനെ വളരെ കംഫർട്ടബിളായി ഫീൽ ചെയ്തു. സൂര്യൻ്റെയും റോബിൻ്റെയും നമ്പർ കൂടി അവൻ ഫോണിൽ ഫീഡ് ചെയ്തു. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും സൂര്യനെ മാത്രമല്ല എന്നെയും കൂടി വിളിക്കാം കേട്ടോ. നിന്റെ ഏട്ടനെ പോലെ കരുതിയാൽ മതി. റോബിൻ പറഞ്ഞപ്പോൾ ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്തിനാണ് തന്നെ ഇവർ ഇങ്ങനെ സ്നേഹിക്കുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ആരും അന്വേഷിക്കാനില്ലാത്ത ജീവിതമായിരുന്നു തൻ്റേത്. പക്ഷേ ഇന്ന് എന്ത് പ്രശ്നം പറഞ്ഞാലും ഓടി വരാൻ ആളുള്ളതുപോലെ, തനിക്ക് വേണ്ടി സംസാരിക്കാൻ, തനിക്ക് ഭക്ഷണം വാങ്ങിത്തരാൻ, തൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ ഒക്കെ ആളുകളായിരിക്കുന്നു. അവൾക്ക് മനസ്സ് നിറഞ്ഞു. കഴിഞ്ഞോടാ? സൂര്യൻ റോബിനോട് ചോദിച്ചു. ഗായത്രിയും റോബിനും മൊബൈൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ സൂര്യൻ ഫോൺ കോളിലായിരുന്നു. അവൻ്റെ ഓഫീസ് സംബന്ധമായ പല കോളുകളിലുമാണ് അവൻ. ഇടയ്ക്ക് ഗായത്രി സൂര്യനെ ശ്രദ്ധിക്കുകയും ചെയ്തു. സാറിന് ഒരുപാട് കോളുകൾ വരുന്നുണ്ടെന്നും എന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്നും അവൾ മനസ്സിലാക്കി. സാർ ബിസിനസ് ചെയ്യുന്നുണ്ടോ എന്ന് അവൾ സംശയിച്ചു. കഴിഞ്ഞോടാ? സൂര്യൻ്റെ ചോദ്യം വീണ്ടും എത്തി. കഴിഞ്ഞു, റോബിൻ മറുപടി പറഞ്ഞു. 10 മണിയോട് അടുക്കാറായിരിക്കുന്നു. ഗായത്രി, നിന്നെ ഹോസ്റ്റലിലാക്കി തരാം. ഈ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. സമാധാനമായി ഉറങ്ങിക്കൊള്ളൂ കേട്ടോ. എന്നാൽ നമുക്ക് ഇറങ്ങാം, റോബിൻ ചോദിച്ചു. ഗായത്രിയും സൂര്യനും അവർ വന്ന കാറിലും റോബിൻ അവൻ്റെ കാറിലും ഗായത്രിയുടെ ഹോസ്റ്റലിലേക്ക് ഓടിച്ചു. തിരിച്ചു പോകുമ്പോൾ കാറിനുള്ളിൽ നിശബ്ദതയായിരുന്നു. ഗായത്രി അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ട് അവൻ അവളെ നോക്കി. എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ സർ? എടോ, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ താനത് മറന്നോളാൻ. അവൾ തലയാട്ടി. ഹോസ്റ്റലിന് മുന്നിൽ സൂര്യൻ കാർ നിർത്തി. ഇറങ്ങുന്നതിന് മുൻപ് അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഞാൻ വിളിക്കാം കേട്ടോ, ടെൻഷനൊന്നും അടിക്കേണ്ട. ഫോൺ എപ്പോഴും കയ്യിൽ വയ്ക്കണം, സൂര്യൻ ഗായത്രിയെ ഓർമ്മിപ്പിച്ചു. ഇത്ര നേരം അവൻ അടുത്തുണ്ടായപ്പോഴുള്ള സന്തോഷമൊക്കെ അവൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മാഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞു. അവളുടെ മുഖം മങ്ങിയത് കണ്ട് സൂര്യന് കാര്യം മനസ്സിലായി. എടോ, ഒന്നുകൊണ്ടും വിഷമിക്കുകയൊന്നും വേണ്ട, സമാധാനമായിരിക്കൂ. അവൾ തലയാട്ടി. അപ്പോഴേക്കും റോബിൻ കാർ ഒതുക്കി പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. ബൈ മോളെ, ഗുഡ് നൈറ്റ്. ബൈ റോബി ചേട്ടാ, അവളും തിരിച്ചു പറഞ്ഞു. എന്നാ പോയിക്കോ, സൂര്യൻ അവളോട് പറഞ്ഞു. അവൻ സമ്മതം കൊടുത്തതും അവനെ തിരിഞ്ഞു നോക്കി അവൾ പതുക്കെ ഉള്ളിലേക്ക് കയറിപ്പോയി. സൂര്യൻ കാർ സ്റ്റാർട്ട് ചെയ്തു. അവൻ്റെ കാറിനെ ഫോളോ ചെയ്ത് റോബിൻ്റെ കാറും നീങ്ങി.
നഗരത്തിലെ സൂര്യൻ്റെ കമ്പനിയുടെ കാർ പാർക്കിങ്ങിലേക്ക് അവർ വണ്ടി കയറ്റി. ഇറങ്ങി വന്ന റോബിൻ ഓടി വന്ന് സൂര്യൻ്റെ വയറിനിട്ട് ഒരു കുഞ്ഞു അടി കൊടുത്തു. എൻ്റെ പെങ്ങൾ കൊള്ളാലോടാ, ആ പഞ്ചപാവത്തിനെ നീ എങ്ങനെ കുപ്പിയിലാക്കി? എനിക്ക് ആകെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. നിന്നെപ്പോലെ ഒരു കലിപ്പനെ ആ പാവം എങ്ങനെ സഹിക്കുമെടാ? സൂര്യൻ ദേഷിച്ച് അവനെ നോക്കി. അല്ല, നീ അവളോട് പറഞ്ഞു നിനക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന്? ഇല്ലെന്ന പോലെ സൂര്യൻ തലയാട്ടി. പക്ഷേ ഞാൻ പറയാതെ തന്നെ അവൾക്ക് എന്നോട് എന്തോ ഇഷ്ടമുണ്ട്. ചിലപ്പോൾ ഞാനൊരു ഗാർഡിയനെ പോലെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. എന്തോ ഒരു ഫീൽ ഗുഡ് വൈബ് ഞങ്ങൾ രണ്ടുപേരും അടുത്തിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടാൾക്കും. അതാണ് പ്രണയത്തിൻ്റെ ആദ്യ സിംറ്റംസ്. റോബിൻ പൊട്ടിച്ചിരിച്ചു. എന്തായാലും നീ കണ്ടുപിടിച്ച ആൾ കൊള്ളാം. വെരി ഇന്നസെൻറ്റ് ആൻഡ് വെരി ക്യൂട്ട്. റോബിൻ്റെ സംസാരത്തിൽ അവളോടുള്ള വാത്സല്യം മുന്നിട്ടു നിന്നു. അപ്പോഴേക്കും രണ്ടുപേരും സൂര്യൻ്റെ ഓഫീസ് റൂമിൽ എത്തിയിരുന്നു. നീ മറ്റവൻ അയച്ച ഫോട്ടോസ് കണ്ടില്ലല്ലോ? ഗായത്രിയുടെ ഫോൺ എടുത്ത് സൂര്യൻ റോബിന് നൽകി. റോബിൻ ഫോണിലെ ചാറ്റിലേക്ക് നോക്കി. മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി അവൻ്റെ. അവന് നല്ല സൂക്കേടാണല്ലോ, റോബിൻ പറഞ്ഞു. ഇന്ന് ക്ലാസ്സിൽ വെച്ച് അവളോട് മോശമായി ബിഹേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, സൂര്യൻ റോബിനോട് പറഞ്ഞു. റോബി, ഇനി അവൻ ഇതുപോലെ ആരോടും ചെയ്യരുത്. അവൻ്റെ സൂക്കേട് തീർത്തു കൊടുക്കണം. നീ സ്റ്റീഫനെ വിളിക്ക്. ഇന്ന് രാത്രി തന്നെ നമുക്ക് അവനെ നമ്മുടെ ഗോഡൗണിൽ കിട്ടണം. തുടരും. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ. താങ്ക് യു.